പിറന്നാളിന്റെ അന്ന് അത് ആഘോഷിക്കാൻ വരുന്നവൾക്ക് പിന്നീട് ഒരാഘോഷത്തിലും പങ്കെടുക്കേണ്ടി വരില്ല. നീ എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ മോളെ. ഞാൻ ചെയ്യാൻ പോകുന്നൊക്കെ എന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. എന്തായാലും നിങ്ങൾ ആണുങ്ങളെപ്പോലെ ഞാൻ മണ്ടത്തരം കാണിക്കില്ല. ഒരു കാര്യം ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ അത് നടത്തിയെടുത്തിരിക്കും. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാരും പറയുന്ന പോലെ നിന്റെ ചേച്ചിക്ക് എന്തോ ഒരു ദിവ്യശക്തി ഉണ്ട്. അവൾക്ക് ഒരു ദിവ്യശക്തിയും ഇല്ല. നിങ്ങളുടെയൊക്കെ കഴിവുകേട് കൊണ്ടാ അവളും നിങ്ങളുടെ ചേട്ടനൊക്കെ രക്ഷപ്പെട്ടത്. നമ്മളിവിടെ വന്നതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു സംഭവം ഉണ്ടായത് നിനക്കറിയാലോ. പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം എടുത്തോണ്ടാ നീയും ഞാനും കൂടെ പുറത്തോട്ട് പോയത്. നീ അത് ആറ്റിലെറിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? പിന്നീട് അയ്യപ്പ വിഗ്രഹം നിന്റെ ചേച്ചിക്ക് കിട്ടിയതും അത് പൂജാമുറിയിൽ വന്നതുമൊക്കെ എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭഗവാൻ എന്തായാലും നീന്തിക്കയറി വരില്ലല്ലോ, പിന്നെ എങ്ങനെയാ വന്നത്? അത് ചിലപ്പോ അതുപോലൊരു വിഗ്രഹം അവള് വാങ്ങിച്ചോണ്ട് വെച്ചതായിരിക്കും. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. അവള് ദിവ്യശക്തി ഉള്ളവളാണെന്ന് പറഞ്ഞ് അവളെ ദൈവമായിട്ട് കണ്ട് ആരാധിച്ചോ നിങ്ങളൊക്കെ? പക്ഷേ 18-ാം തീയതി വരെ ആ ആരാധന തുടരാൻ പറ്റൂ. അതിനുശേഷം പിന്നെ മഹാലക്ഷ്മിയെ നിങ്ങൾ കാണില്ല.